തീർച്ചയായും സോഷ്യൽ മീഡിയ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കൃത്യമായി നമുക്ക് ഒന്നുകൂടി അടിയിട്ട് പറയും. സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഫാസിസ്റ്റ് ചിന്ത, സോഷ്യൽ മീഡിയ ഇതിന് ഫാസിസത്തിലേക്ക് മാറുന്നു എന്ന് നമുക്ക് ഇതിലൊക്കെ കൂടി വിലയിരുത്തേണ്ടി വരും. സോഷ്യൽ മീഡിയ നമുക്കറിയാം, ദേശീയ തലത്തിൽ ഇന്ത്യയിൽ അടുത്ത കാലത്ത് പലരും സൂചിപ്പിച്ചതുപോലെ കൽബുർഗിയുടെയും നരേന്ദ്ര ദബോൽക്കറുടെയും ഒക്കെ മരണങ്ങൾ, അതായത് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങളെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന, അവരുടെ നാടകമെങ്കിൽ അവരെ ഇല്ലാതാക്കുന്ന ഒരു രീതി നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ കണ്ടു. ഒരുപക്ഷെ കേരളം ഇതിനെല്ലാം ചെറുത്ത് നിന്ന കേരളമാണ്, മലയാളികളാണ് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഫാസിസത്തെ, അസഹിഷ്ണുതയെ വളരെ ശക്തമായ രീതിയിൽ ചെറുത്ത് നിന്നത്. ഇത് ഇല്ലാതാക്കുക, കേരളത്തിൽ തന്നെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കുകയും ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരം ആളിപ്പടർത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്, അത് ദീവാൻ നിശാന്തിൻ്റെ വിഷയത്തിലാണെങ്കിലും എല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടി വരുന്നത്, ഇപ്പോൾ കമൽ ഒരു ഇതര മതസ്ഥനാണെങ്കിൽ ആയതുകൊണ്ട് കമലിനെ അത്തരത്തിൽ കൂടി ആക്രമിക്കുകയാണ്. അതായത് ഒരു വേർതിരിവ് കൃത്യമായി സമൂഹത്തിൽ ഉണ്ടാക്കുക, അത് സോഷ്യൽ മീഡിയയിലും ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തക പാലക്കാട് നമ്മുടെ ഇലക്ഷൻ പരിപാടിയിൽ പ്രസംഗിച്ചപ്പോൾ നീ ഒരു ഹിന്ദു അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. അതിൻ്റെ ഒരു കൃത്യമായ പ്രതിഫലനം സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ പക്ഷേ കുറച്ചുകൂടി കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. മതപരമായ വേർതിരിവ് ഉണ്ടാക്കിക്കുന്ന ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ വല്ലാതെ മാറുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. വിഷം ചേരുന്ന രീതിയിലേക്ക് മാറുന്നു പറയേണ്ടി വരും. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ KEN കൂടി ചേരുന്നുണ്ട്. ശ്രീ KEN, ഇത്തരത്തിലൊരു സാമൂഹിക വിഷം ഒരു പക്ഷേ കമലിനെതിരെ ചീറ്റുന്നു. അതൊരു പക്ഷേ പ്രതീകമാണ്. കമൽ എന്ന വ്യക്തിക്കെതിരെ മാത്രമല്ല, ഒരു ഫാസിസ്റ്റ് അജണ്ട നടത്തുന്ന മതേതര വിരുദ്ധമായ ആക്രമണത്തിൻ്റെ സൂചകങ്ങളായി ഇതിനെ കാണാമോ KEN? ശ്രീ KEN, ചോദിച്ചതുപോലെ ഇത് കമലിനെതിരെ തുടർ പ്രതികരണമല്ല. നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ പ്രഭാഷണം മുതൽ കമലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ഫാസിസ്റ്റ് യുദ്ധപ്രഖ്യാപനം വരെ സത്യത്തിൽ ഫാസിസത്തിന്റെ മൗലിക സ്വഭാവമായ നെക്രോഫിലിയ എന്ന് പറയുന്ന മൃതദേഹാസക്തിയുമായി ബന്ധപ്പെട്ട, അതായത് എല്ലാ ജീവിത കാമനകളെയും കൊലവിളിക്കുന്ന, മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്ന, ഏറ്റവും ഭയപ്പെടുത്തുന്ന, ഭയം രാജ്യഭാരം നടത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളി നീക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ തന്നെ ഈ അടുത്ത സമയത്ത് നടന്ന പല സംഭവങ്ങളുടെയും ഒരു തുടർച്ചയായി മാത്രമേ ഈ സംഭവത്തെയും കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത്, കോഴിക്കോട്ട് ഒരു മീഡിയ ചർച്ചയിൽ മുഹമ്മദ് റിയാസിനോട് ബോഡോ പാകിസ്ഥാനിൽ എന്നാക്രമിച്ചത് മുതൽ പേരാമ്പ്രയില് കന്നുകാലികളെ താരതമ്യേന വളരെ സുരക്ഷിതമായി ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന കച്ചവടക്കാരെ ആക്രമിച്ചത് മുതൽ, നരേന്ദ്രമോദിയുടെ പ്രഭാഷണം മുതൽ, അതോടൊപ്പം തന്നെ ബാബ രാംദേവിന്റെ ഭാരത് മാതാ കി ജയ് വിളിക്കാത്തവരെ നാട്ടിൽ നിയമമില്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ ആഹ്ലാദപൂർവ്വം കൊല്ലുമായിരുന്നു എന്ന് ബാബ രാംദേവ് പ്രഖ്യാപിച്ചത്, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അമിത്ഷാ സർട്ടിഫിക്കറ്റ് നൽകിയത്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫാസിസ്റ്റുകൾ മതനിരപേക്ഷതയുടെ പ്രബുദ്ധ കേന്ദ്രമായ കേരളത്തിൽ പോലും അവരുടെ കൊലക്കൊടി ഉയർത്താൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് മലയാളത്തിന്റെ അഭിമാനമായ, മലയാളത്തിന്റെ പ്രതിഭയായ കമലിനെതിരെയുള്ള അവരുടെ ഈ ആഭാസ പ്രഖ്യാപനങ്ങൾ എന്ന് നാം കൃത്യമായും തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും ശ്രീ KEN, കുറെ കൂടി ആഴത്തിലേക്ക് നമുക്ക് ഈ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. വളരെ ഗൗരവം അറിയിക്കുന്ന ചില വിഷയങ്ങൾ ഇതിന് ജാതിയോ മതവുമല്ല. നാളെ മറ്റൊരു പേരുള്ള ആളിനെതിരെ ഒരു മുസ്ലിം തീവ്രവാദിയും ഇതേ സമാനമായ രീതിയിൽ പ്രവർത്തിക്കാം. അതുകൊണ്ട് തന്നെ നോക്കൂ, വിഷുക്കണി എന്ന രീതിയിൽ MN വിജയൻ മാഷ് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വയലാറിൻ്റെ കവിതകളിലുണ്ട്, വയലാറിൻ്റെ പാട്ടുകളുണ്ട്, ഇങ്ങനെയൊക്കെ വിമർശനങ്ങളുണ്ട്. ഒപ്പം കാളനാകാമെങ്കിൽ കാളയുമാകാം എന്നെഴുതുമ്പോൾ ഒരു പക്ഷേ എഴുതുന്നവൻ്റെ ജാതി നോക്കുന്ന തരത്തിലേക്കുള്ള മ്ലേച്ഛമായ ഒരു രീതി അത് സോഷ്യൽ മീഡിയയിലും തുടരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഫാസിസത്തിൻ്റെ ആഴം, ഒരുപക്ഷെ ആഴത്തിലും പരപ്പിലും അത് കേരള സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളിലേക്ക് പോകേണ്ടതില്ലേ ശ്രീ KEN? കൃത്യമായും. അതായത് ഇന്നലെ വരെ കേരളീയ സമൂഹം ആശയങ്ങളെയാണ് അപഗ്രഥിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നത് എങ്കിൽ, അതാണ് അതിന്റെ ജനാധിപത്യ സമീപനം എന്നത് എങ്കിൽ, ഇന്ന് ആശയങ്ങളല്ല, ആശയങ്ങൾ അവതരിപ്പിച്ചത് ആരാണ്, അയാളുടെ ജാതി എന്ത്, മതമെന്ത് എന്ന് നോക്കി ശരിയാണോ തെറ്റാണോ പറഞ്ഞ കാര്യം എന്ന് പരിശോധിക്കാതെ പറഞ്ഞതാര് എന്ന് നോക്കിയുള്ള ഒരു പുതിയ വിശകലന പദ്ധതി, ഇത്
കൃത്യമായും ഒരു ഫാസിസ്റ്റ് വിശകലന പദ്ധതിയാണ്. കാരണം ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം എന്തെഴുതി എന്നത് യാതൊരു പ്രസക്തിയുമില്ല. അത് പഴയ ഫാസിസ്റ്റുകൾ മാത്രമല്ല, ജർമ്മനിയിലെ നവനാസികളെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവര് ബ്രത്തിന്റെ ശവകുടീരത്തിൽ എഴുതി വെച്ചത് നശിച്ച ജൂതപ്പട്ടി നീ പുറത്തുപോ എന്നാണ്. ബ്രത്ത് ജീവിച്ചിരുന്ന കാലത്തും ഇപ്പോഴും ബ്രത്തിന്റെ കവിതകൾ വായിക്കുന്നവർക്ക്, നാടകം കാണുന്നവർക്ക്, അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ കടന്നു പോകുന്നവർക്ക് അദ്ദേഹം ജൂതനാണോ ക്രിസ്ത്യനാണോ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നതൊരു പ്രശ്നമല്ല, നാളിതുവരെ ആരും പരിഗണിച്ചിട്ടില്ല. പക്ഷേ ശവകുടീരങ്ങളിൽ പോലും ഈ രീതിയിൽ ഫാസിസ്റ്റുകൾ ജാതിയും മതവും, ഹിറ്റ്ലർ മാർക്സിനെ ഒരിക്കലും കാർൽ മാർക്സ് എന്ന് വിളിച്ചിട്ടില്ല, മാർക്സ് ദ ജൂത മാർക്സ് എന്നാണ് വിളിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് വളരെ ആസൂത്രിതമായ ഒരു ക്ലാസിക്കൽ ഫാസിസ്റ്റ് വിശകലന രീതിയെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, അതും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണ്. ഇതിന് തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനും പരാജയപ്പെടുത്താനും ജനാധിപത്യത്തിന് കഴിയുന്നില്ലെങ്കിൽ ഇത് വളരെ അപകടകരമായ അവസ്ഥകളിലേക്ക് വഴുക്കുമെന്ന് മാത്രമല്ല, ബുദ്ധിപരമായ പാപ്പരത്വത്തിലേക്ക് അത് നമ്മെ നയിക്കുകയും ചെയ്യും. ആന്റി ഇന്റലക്ച്വലിസം എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ മുദ്രാവാക്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അവർക്ക് ദൈക്ഷണികമായ കാര്യങ്ങളോട്, ഗൗരവമായ കാര്യങ്ങളോട്, സങ്കീർണമായ കാര്യങ്ങളോട്, സൂക്ഷ്മമായ കാര്യങ്ങളോട് സംവദിക്കാനേ കഴിയില്ല. അതുകൊണ്ട് അവർ വളരെ ഉപരിപ്ലവമായ ചില കാര്യങ്ങളിൽ വൈകാരികത ഉൽപ്പാദിപ്പിച്ച് ആ വൈകാരികതയുടെ വെള്ളപ്പൊക്കത്തിൽ സ്വതന്ത്ര ചിന്തയെ, വിമർശന ബോധത്തെ, മാനവികതയെ മുക്കിക്കൊല്ലാൻ കഴിയും എന്ന അവരുടെ പ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ സംഘർഷം ഉണ്ടാക്കുന്നതാന്ന് പറഞ്ഞാൽ, കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കേസരി ബാലകൃഷ്ണപിള്ളയും EMSഉം അതുപോലെ നിരവധി പ്രതിഭയുടെ രംഗത്ത് സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച നിരവധി മഹാന്മാരുടെ പരമ്പരകൾ, അവരുടെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന കേരളത്തിൽ പോലും അവർ ഏറ്റവും തരംതാണ ഈ വൈകാരികത വിറ്റഴിക്കാനുള്ള ഒരു വിപണന കേന്ദ്രമായി വെട്ടിച്ചുരുക്കുന്നു എന്നതാണ് നമ്മെ ഏറ്റവും ഉത്കണ്ഠപ്പെടുത്തേണ്ടത്. തീർച്ചയായും KN, തീർച്ചയായും താങ്കൾ തുടരുക തന്നെ വേണം. ഒരു കാര്യം കൂടി, അതായത് നോക്കൂ, സോഷ്യൽ മീഡിയ എന്നത് പുതുതലമുറയുടെ ഒരു മേഖലയാണ്. ആ പുതുതലമുറയുടെ മേഖലയിൽ ഇത്തരം പ്രവണതകൾ കാർന്നു തിന്നുന്നു എങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഫാസിസത്തിൽ നിന്ന്, ഫാസിസത്തിന്റെ ആക്രമണത്തിൽ നിന്ന്, ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് മോചനമില്ലെന്നാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രമാണ്. അതായത് നമ്മുടെ ഓർമ്മകളെയാണ്, നമ്മുടെ ചരിത്രത്തെയാണ് ഫാസിസം ആദ്യം ചവിട്ടി തകർക്കുന്നത്. നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് നിരവധി ആഴത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രത്തിൽ മൗലികമായ ജനാധിപത്യ കാഴ്ചപ്പാട് അക്കാഡമീഷ്യന്മാർ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇന്നും നമുക്ക് ഔറംഗസീബ് എന്ന് കേൾക്കുമ്പോൾ, ശിവജി എന്ന് കേൾക്കുമ്പോൾ, ഈ അക്കാദമിക് ചരിത്ര പണ്ഡിതന്മാരോ ജനകീയ ചരിത്രകാരന്മാരോ സൃഷ്ടിച്ച വിവരങ്ങളും വസ്തുതകളും അതിന്റെ വെളിച്ചമല്ല, മറിച്ച് ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഏതൊക്കെയോ വൈകാരികളാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പുതുതലമുറയെ ചരിത്രബോധത്തിൽ നിന്ന് നാളെപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഫാസിസത്തിന്റെ ഒരു അജണ്ടയാണ്. അത് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 48 ഗാന്ധിവധം പോലും, അതുപോലെ 992 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ചത് പോലും, എന്തിന് തൊട്ടടുത്ത 2002 ഗുജറാത്ത് വംശഹത്യ പോലും, അത് കഴിഞ്ഞ് നടന്ന 2008 ഒറീസയിലെ വംശഹത്യ പോലും, ഇതിൽ ഫാസിസ്റ്റുകൾ നടത്തിയിട്ടുള്ള അവരുടെ നേതൃത്വം പോലും പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം, പുതുതലമുറ എന്ന് ഞാൻ പറയുമ്പോൾ മുഴുവൻ പേരും അതിൽ പെടില്ല, ഒരു വലിയ വിഭാഗം, അവർക്കിതൊന്നും അറിയില്ല. ഗാന്ധിയെ കൊന്നത് RSS ആണ്, സംഘപരിവാറുകാരാണ് എന്ന വസ്തുത പാഠപുസ്തകത്തിൽ നിന്ന് വളരെ കൃത്യമായി തുടച്ചു മാറ്റാണ്. രാജസ്ഥാനിലെ പാഠപുസ്തകത്തിൽ ഗാന്ധിവധം തമസ്കരിക്കപ്പെടുന്നു, സവർക്കർ സ്തുതിക്കപ്പെടുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒഴിവാക്കുന്നു, പട്ടേലിനെ മാത്രം പ്രത്യേകമായി ഒന്ന് പരിഗണിക്കുന്നു. ഈ അർത്ഥത്തിൽ എത്രയോ കാലമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വന്ന മാറ്റം, ആ മാറ്റം ഉൾക്കൊണ്ട് കടന്നു വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ചരിത്രം എന്താണ് എന്നവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യാജ ചരിത്രങ്ങൾക്കെതിരെ യഥാർത്ഥ ജനകീയ ചരിത്രം നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലത്തിലും തളിർത്തു വരണം. അതിന് ജനാധിപത്യവാദികൾ നിരന്തരമായ ശ്രമം നടത്തണം. തീർച്ചയായും KN, അതായത് ISISനെ വിമർശിക്കുന്നത് പോലെ തന്നെ 2002 ഗർഭസ്ഥ ശിശുവിനെ ശൂലം കുത്തി പുറത്തെടുത്ത് കരിക്കുന്ന തരത്തിലേക്കുള്ള വർഗീയ കലാപങ്ങളെയും എതിർക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ എതിർക്കുകയാണ് കമൽ ചെയ്തത്. ഇന്ത്യൻ പൗരനായ കമലിന് അത് എതിർക്കാനുള്ള അവകാശമില്ലേ? അദ്ദേഹത്തിന് ജാതി പറയുന്നു.
പൊതുധാരയിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു മതേതരവാദിയായ മനുഷ്യനോടാണ് അത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. ഒരു കാര്യം കൂടി ശ്രീ KN, ആയുർദൈർഘ്യം മുതൽ സാക്ഷരത വരെയുള്ള കാര്യത്തിന് ഗുജറാത്തിന് ഒരിക്കൽ പോലും എത്തി നോക്കാൻ കഴിയാത്തത്ര മേഖലയിലെ ഉയർച്ചയിലാണ് കേരളം. അതിനൊരു കാരണമുണ്ട്. നാരായണ ഗുരു മുതൽ തുടങ്ങി EMSലൂടെ തുടർന്ന അല്ലെങ്കിൽ വിവിധ മേഖലകളിലൂടെ പടർന്നു പോയ ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ മണ്ഡലം കേരളത്തിനുള്ളത് കൊണ്ടാണ്. അത് യാദർച്ഛികമല്ല. അത്തരത്തിലുള്ള കേരളത്തെക്കുറിച്ച് സോമാലി എന്ന് പറയുന്ന മോഡിയുടെ വാക്കുകളും ഇപ്പോൾ സംഘികൾ നടത്തുന്ന പ്രചരണവും കൂട്ടി വായിക്കണമോ ശ്രീ KN? തീർച്ചയായിട്ടും മോഡി നടത്തിയത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. സാധാരണഗതിയിലുള്ള ഒരു വൈകാരിക പ്രഭാഷണം എന്നതിനേക്കാൾ വളരെ നെക്രോഫിലിക്കായ, അതായത് എല്ലാ ജനാധിപത്യ സാധ്യതകളെയും അവഹേളിക്കുന്ന, ചവിട്ടി മെതിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല എന്ന് പ്രഭാഷണം നടത്തുന്ന മോഡിക്കറിയാം. ഈ പ്രഭാഷണം ആസൂത്രണം ചെയ്യുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കറിയാം. കാരണം നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടതുപോലെ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ലോകത്താൽ പ്രശംസിക്കപ്പെട്ട ഒന്നാണ്. കേരള മോഡൽ എന്ന് പറയുന്നത് സാമ്പത്തികമായി പലവിധ കാരണങ്ങളാൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും ജീവിത ഗുണതയുടെ, സാംസ്കാരികമായ മുന്നേറ്റത്തിന്റെ ഒക്കെ മണ്ഡലത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒന്നാണ് കേരളീയ സമൂഹം എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, കേരളത്തിന് വെളിയിൽ കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ കേരളത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ എന്ന് കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സ്വപ്നം കാണുന്ന ഒരു സാംസ്കാരിക പ്രബുദ്ധ കേന്ദ്രം തന്നെയാണ്. ഈ കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും കടന്നു വരാൻ RSSന് ചെറിയ തോതിൽ ശാഖകളൊക്കെ നടത്താൻ കഴിഞ്ഞെങ്കിലും ബഹുജന പിന്തുണയോടുകൂടി കേരളത്തിന്റെ പൊതുജീവിതത്തിന്റെ ഭാഗമാകാൻ കഴിയാതെ പോയ ഫാസിസ്റ്റുകളുടെ വിറളിയും വെപ്രാളവും ഒക്കെയാണ് തീർച്ചയായിട്ടും മോഡിയുടെ പ്രഭാഷണത്തിലുള്ളത്. അത് കേരളീയർക്കെതിരെ, മലയാളികൾക്കെതിരെ മാത്രമുള്ള ഒരു അവഹേളനമല്ല, അത് ഇന്ത്യൻ മതനിരപേക്ഷതക്കും ലോകമാനവികതയ്ക്കെതിരായ ഒരു പ്രസ്താവനയാണത്. കാരണം സോമാലിയയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തോട്, അനുഭവിക്കുന്ന പ്രയാസങ്ങളോടുള്ള ഒരു ആഭിമുഖ്യമാണ് ഒരു ജനാധിപത്യവാദി പ്രകടിപ്പിക്കേണ്ടത്. ഇവിടെ അത് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അതുമായി ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത പ്രബുദ്ധമായ ഒരു ജനസമൂഹത്തെ നരേന്ദ്രമോദി അവഹേളിക്കുക കൂടിയാണ് ചെയ്തത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മൾ കൂട്ടി വായിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാരത് കി ജയ് എന്ന് വിളിക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് ഭാരത് മാതാ കി ജയ് എന്ന RSSന്റെ ശാഖകളിലെ മുദ്രാവാക്യം ഇന്ത്യൻ ജനതയെ കൊണ്ട് വിളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ മഹത്തായ ഒരു നിയമസഭക്കകത്ത്, മഹാരാഷ്ട്ര നിയമസഭക്കകത്ത് ഒരു MLA കൊണ്ട് നിർബന്ധിതമായി മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചെറുക്കേണ്ട ലിബറൽ ഡെമോക്രാറ്റുകൾ. തീർച്ചയായും വ്യക്തമാണ് ശ്രീ KN. ദയവായി തുടരുക, താങ്കൾ പോകരുത്. ഇപ്പോൾ TG മോഹൻദാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻദാസ്, കമലിനെ പോലെ ഒരു വലിയ കലാകാരന് മോദിയെ എതിർക്കാനുള്ള അവകാശമുണ്ട്, മോദിയുടെ രാഷ്ട്രീയത്തെ എതിർക്കാനുള്ള അവകാശമുണ്ട്. മോദിയുടെ പക്ഷം ചേർന്ന് അടിമയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച സുരേഷ് ഗോപിയുടെ കലാബോധത്തെ എതിർക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ എതിർത്താൽ അയാളെ, അദ്ദേഹത്തെ ജാതി പറഞ്ഞ് ആക്രമിക്കുന്നത് ശരിയാണോ, ഭൂഷണമാണോ അത് ഭാരതീയ സംസ്കാരത്തിന്? ഇതിലെ ഭാരതീയ സംസ്കാരം എന്നൊക്കെയുള്ള വലിയ വാക്കുകൾ നമ്മൾ കൊണ്ടുവരണ്ട. ഈ രാഷ്ട്രീയം ചേരി തിരിഞ്ഞുള്ള വലിയൊരു വാക്പോരാണല്ലോ. അതില് എല്ലാ ആയുധങ്ങളും എല്ലാവരും ഉപയോഗിക്കും, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. ഇപ്പോ അങ്ങനെ വലിയ കലാകാരന്മാർ, വളരെ സെൻസിറ്റിവിറ്റി ഉള്ളവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയം വല്ലാതെ ചൂടും പുകയും പൊട്ടിത്തെറിയും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പൊ നോക്കൂ, പ്രായണം ഒരു വിവാദത്തിലും പോകാതെ ജീവിച്ചു പോകുന്ന ആളായിരുന്നു മോഹൻലാൽ. അദ്ദേഹം ഒരു രാഷ്ട്രീയ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു, ആകാശം ഇടിഞ്ഞു വീണു. രാഷ്ട്രീയത്തിന്റെ സ്വഭാവം അതാണ്. പക്ഷേ ശ്രീ മോഹൻദാസ് അത് അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് വരട്ടെ. അതായത് ഒരു പക്ഷേ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയവുമായി യോജിച്ച് നിൽക്കുന്നു എന്ന രീതിയിലേക്കല്ല, മറിച്ച് ഒരു മതാതീതമായ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന ആശങ്കയാണ് അവിടെ ഉണ്ടായത്. അത് ശരിയോ തെറ്റോ? താങ്കൾക്ക് എതിരഭിപ്രായം കാണാം. അത് ശരിയോ തെറ്റോ? ഒന്ന്. രണ്ട്, അത്തരത്തിൽ ഉള്ള ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് അടിമയാണ് എന്നൊരു കലാകാരൻ പരസ്യമായി പ്രസംഗിച്ച രീതിയെയാണ് നവോത്ഥാന കേരളത്തിൽ നിന്നുകൊണ്ട് കമൽ എതിർത്തത്. അങ്ങനെ എതിർത്ത കമലിനെ ആരോഗ്യപരമായി എതിർക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കമൽ എന്നല്ല കമാലുദ്ദീൻ എന്നാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള പ്രചരണം, മുസ്ലിം തീവ്രവാദികളെ വിളിക്കുന്ന ന്യൂ ജനറേഷൻ ടേമായ സുഡാപ്പി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ശ്രീ മോഹൻദാസ് താങ്കൾ സ്പെസിഫിക് ആയി പറയേണ്ടത്.
ഞാനിതിലൊരു ശരികേടും കാണുന്നില്ല. കാരണം താങ്കൾ പറഞ്ഞതിൽ തന്നെ ആവേശം കൊണ്ടുവന്നൊരു തെറ്റ് നോക്കൂ. ജാതി പറഞ്ഞല്ല, മതം പറഞ്ഞാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത് അല്ലേ? അല്ലേ? അപ്പൊ ഈ മതം എന്നുള്ളത് മാറ്റിയിട്ട് ജാതി എന്നാക്കി മാറ്റുന്നതിന്റെ പുറകിലും വേറൊരു രാഷ്ട്രീയമുണ്ട്. ഒരു രാഷ്ട്രീയവും മതം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ജാതി അവിടെ റീപ്ലേസ് ചെയ്യുന്നത്. ജാതി എന്നത് എന്റെ സ്ലിപ്പ് ഓഫ് ടങ് ആയി കാണൂ. ജാതി എന്നത് എന്റെ സ്ലിപ്പ് ഓഫ് ടങ് ആയി കാണൂ. ശ്രീ മോഹൻദാസ്, ജാതി എന്നത് എന്റെ സ്ലിപ്പ് ഓഫ് ടങ് ആയി കാണൂ. മതം ശരി, ജാതി ഉള്ളിടത്തെല്ലാം മതം ചേർത്തോളൂ. ഓക്കെ, ശരി, സമ്മതിച്ചു. അപ്പോ അതുപോലും ഉണ്ടല്ലോ ഈ രാഷ്ട്രീയത്തിൽ ജാതി മതം ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കലും തട്ടിലായിട്ടും ഡയറക്റ്റ് ആയിട്ടും സോഷ്യൽ മീഡിയയിൽ ഉത്തരവാദിത്വം കുറവായതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി കുറവാണല്ലോ സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തെറിവാക്കുകൾ ചീത്തവാക്കുകളൊക്കെ പ്രചാരം ഞാനും അതൊക്കെ വായിക്കുമ്പോൾ പുളിച്ചു പോകാറുണ്ട് പലപ്പോഴും. ഇങ്ങനെയൊക്കെ എഴുതുന്നല്ലോ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നല്ലോ എന്ന് തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയ വേറൊരു ലോകത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഒരു നിയന്ത്രണം വരുന്നതെന്ന് അറിയില്ല. അപ്പൊ അവിടെ ഇത്തരം പദപ്രയോഗങ്ങളും അസഭ്യ പ്രയോഗങ്ങളും ഒക്കെ വരുന്നുണ്ട്. താങ്കളുടെ ഇടപെട്ട് പറഞ്ഞോട്ടെ, താങ്കളുടെ ഫാൻസും സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ ഇതേ രീതിയിൽ കൗണ്ടർ ആക്രമണം നടത്താറില്ലേ? ഞാൻ പറയട്ടെ, സുരേഷ് ഗോപി ഞാൻ നരേന്ദ്രമോദിയുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ ശരി, അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിക്കോട്ടെ എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞിട്ട് സുരേഷ് ഗോപിയെ കമലിനെ ആക്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത്തരം രീതിയെ ആക്രമിച്ച കമലിനെ മതപരമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ വംശീയമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ലേബലിൽ പെടുത്തി ആക്രമിക്കുന്ന രീതി, ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാപ്പായ്ക്ക് എന്ന് എടുത്തു പറയുന്നു. അങ്ങനെയുള്ള അൺപാർലമെന്ററിയായ വാക്കുകൾ ഒരു കലാകാരനെതിരെ ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ശ്രീ മോഹൻദാസ് പറയുന്നില്ല. ഇല്ല, ഞാനത് ശരിയാണെന്ന് പറയും. കാരണം കലാകാരൻ ആ രംഗത്ത് പോയി കഴിഞ്ഞ് നമ്മൾ കള്ള് ഷാപ്പിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ആൾക്കാർ നമ്മുടെ ഡിസിപ്ലിൻ അനുസരിച്ച് പെരുമാറണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? ഞാൻ രാഷ്ട്രീയത്തെ കള്ള് ഷാപ്പിനോട് ഉപയോഗിക്കുകയല്ല. രാഷ്ട്രീയത്തിൽ ഈ കളികളൊക്കെയാണ്, ഇത്തരം ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതിൽ പോയി നമ്മൾ തലവെച്ചു കഴിഞ്ഞാൽ ഈ ആക്രമണങ്ങൾ നേരിടാനുള്ള ശരി, വ്യക്തമാണ് ശ്രീ ടി ജി മോഹൻദാസ്. സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ശ്രീ കെ എനിലേക്ക്. ശ്രീ കെ എൻ, കേട്ടല്ലോ ടി ജി മോഹൻദാസ് പറഞ്ഞത്. എങ്ങനെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ? അല്ല, ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ജാതി പറഞ്ഞു എന്നുള്ളത് ഒരു സാമാന്യ പ്രയോഗമാണ്. ഇവിടുത്തെ അധസ്ഥിത ജാതികളെ ജാതി പറഞ്ഞു തന്നെ ആക്ഷേപിക്കുന്ന മലയാള ഭാഷയിൽ ഇന്നും പല തെറിപ്പദങ്ങളുമായി നിൽക്കുന്നത് അധസ്ഥിത ജാതികളാണ്. പുലയാടിത്തരം മുതൽ പല പദങ്ങളും പരിശോധിച്ചാൽ അധസ്ഥിത ജാതികളാണ്. അവരെ നിരന്തരമായി തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് കമലിനെതിരെയുള്ള പ്രതികരണത്തിൽ നാം കണ്ടത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ കെ എൻ. ശബ്ദവും വ്യക്തമായില്ല, അതുകൊണ്ട് കൂടിയാണ്, സമയപരിമിതി ഉള്ളത് കൊണ്ടുകൂടി. തീർച്ചയായും സുരേഷ് ഗോപിക്കെതിരെ സംവിധായകൻ കമൽ രംഗത്തെത്തിയതിന് വിമർശനത്തോടെ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില വാക്കുകൾ പ്രചരിക്കുന്നത്. ഒരുപക്ഷെ കമലിനെതിരായുള്ള അത്തരം ആക്രമണങ്ങൾക്കെതിരെ സാംസ്കാരിക ലോകത്തിൻ്റെ കൂട്ടായ്മ ഉയരുന്നു എന്ന വാക്കുകൾ കൂടിയാണ് പ്രതികരണത്തിൽ നിന്നും മനസ്സിലായത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കൂടിയാണ് NM ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.